കോഴിക്കോട് കാരശ്ശേരി ചുണ്ടത്തുംപൊയിലിലെ എക്കോ ക്രഷറിന്റെ പ്രവർത്തനത്തെ എതിർത്ത് നാട്ടുകാർ. രാത്രിയിൽ ക്രഷറിലേക്ക് വന്ന ടിപ്പർ ലോറികൾ നാട്ടുകാർ തടഞ്ഞു. ഇതോടെ ഡ്രൈവർമാർ ടിപ്പറുകൾ റോഡരികിൽ അപകടകരമായ രീതിയിൽ നിർത്തിയിട്ടു. ഇതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു. മുക്കം പോലീസ് സ്ഥലത്ത് തുടരുകയാണ്. ദിൽഷ തിലകനാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ചേരുന്നത്. ദിൽഷ, എന്താണ് സംഭവം? കാരശ്ശേരിയിലെ ചുണ്ടത്തുംപൊയിലിൽ പ്രവർത്തിക്കുന്ന എക്കോ ക്രഷറിലേക്ക് വന്ന ടിപ്പറുകൾ നാട്ടുകാർ തടയുകയായിരുന്നു. ഏകദേശം ഒരാഴ്ചയോളമായിട്ട് നാട്ടുകാർ ഇവിടെ പ്രതിഷേധത്തിലാണ്. കാരണം ഈ ക്രഷർ പ്രവർത്തിക്കുന്നത് കുടിവെള്ള സ്രോതസ് മലിനമാക്കുന്ന നടപടികളാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മാത്രമല്ല, ആദിവാസി ഭൂമി തട്ടിയെടുത്തും അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡ് കയ്യേറിയുമാണ് ഈ ക്രഷർ ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല, ഈ ലോറികൾ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പൊടി ശല്യം മൂലം നാട്ടുകാർ വലിയ രീതിയിലുള്ള രോഗങ്ങളൊക്കെ നാട്ടിൽ പലർക്കും ഉണ്ട്. നാട്ടുകാർ ശ്വാസ സംബന്ധമായ രോഗങ്ങൾ പലർക്കും ഉണ്ട്. അതെല്ലാം കാരണം വളരെയധികം ദുരിതത്തിലാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഈ കാരണം കൊണ്ടാണ് നാട്ടുകാർ ലോറി തടഞ്ഞത്. അതായത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വാഹനങ്ങൾ എത്താറുണ്ട്. എന്നാൽ വൈകിട്ട് 6 മണിക്ക് ശേഷം എത്തിയ ലോറികളാണ് ഇപ്പോൾ നാട്ടുകാർ തടഞ്ഞിരിക്കുന്നത്. ഈ വാഹനം തടഞ്ഞതിന് റോഡിൽ അപകടകരമായ വിധത്തിൽ ടിപ്പറുകൾ നിർത്തിയിട്ടിട്ട് ടിപ്പർ ഡ്രൈവർമാരും പ്രതിഷേധിക്കുകയായിരുന്നു. എന്നാൽ മുക്കം പോലീസ് സ്ഥലത്തെത്തി ഇരു കൂട്ടരോട് സംസാരിച്ചു. സ്ഥലത്തിപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് നേരിയ ഒരു അയവുണ്ട്. എന്തായാലും നാട്ടുകാർ ഇനിയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം പ്രധാനമായിട്ടും ഈ പൊടിശല്യം മൂലം വലിയ രീതിയിലുള്ള ദുരിതങ്ങൾ നാട്ടുകാർ അനുഭവിക്കുന്നുണ്ട്. ഈ 6 മണിക്ക് ശേഷം വീണ്ടും ലോഡ് കയറ്റാൻ വേണ്ടി ലോറികൾ എത്തുന്നത് തന്നെയാണ് നാട്ടുകാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. സ്വാതി. ശരി ദിൽഷ.